നമസ്കാരം. അധ്വാനവർഗത്തിൻ്റെ മാലാഖയായതുകൊണ്ടാകണം കെ.എം. മാണിയുടെ കേരള കോൺഗ്രസിനെ വി.എസ്. അച്യുതാനന്ദൻ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. ജില്ല തോറും നടന്ന് സംസ്കാരക്രിയ നടത്തുന്ന പി.സി. ജോർജിനെയും മാണിയോടൊപ്പം അച്യുതാനന്ദൻ കൂട്ടുമോ എന്ന കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഇതിൻ്റെ മുന്നോടിയായി പി.സി. ജോർജിനെ സംസ്കരിച്ചെടുക്കാനാണോ എല്ലാ ജില്ലകളിലും പ്രകൃതിവാതക ശ്മശാനം സ്ഥാപിക്കുമെന്ന് കെ.എം. മാണി ബജറ്റിൽ പറയുന്നത് എന്ന കാര്യവും വ്യക്തമല്ല. കുറഞ്ഞപക്ഷം ഇത്തരം ശ്മശാനങ്ങൾക്ക് പി.സി. ജോർജ് സ്മാരക സംസ്കാര ശ്മശാനം എന്ന പേരെങ്കിലും നൽകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ ഇന്നത്തെ പ്രധാന തരികിടകൾ. ലോകം കാത്തിരുന്ന വെളുത്ത പുക കണ്ടു. കേരളത്തിലും പൊഹമയം. ചീഫ് വിഴുപ്പ് പതിവ് പോലെ കറുകറുത്ത പുക മാത്രം വിസർജിച്ചു. അച്ഛനും മകനുമിടയിൽ സമ്മിശ്ര പൊഹ. ഷാജിക്കുമേൽ പിണറായി വിജയന്റെ മോഡി പൊഹ. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം ഒരു വണ്ടിക്ക് കെട്ടാൻ കൊള്ളാമെന്ന് തെളിയിച്ച് യൂസഫ് അലി. രാഷ്ട്രീയ അഭ്യാസികൾക്കായുള്ള ആക്ടിവിറ്റി പാർക്ക് തലസ്ഥാനത്ത് തുറന്നു. സ്വാഗത പ്രസംഗത്തിൽ പുതിയ ചരിത്രം രചിച്ച് കോൺഗ്രസ് മഹിളാമണി. വിളിക്കാതെ വന്നവർക്കും സ്വാഗതം പറയുന്നതാണ് കോൺഗ്രസ് പാരമ്പര്യമെന്നും മഹിളാ കോൺഗ്രസ് നേതാവ്. മണിയാശാന്റെ വിടവ് നികത്തി രാഷ്ട്രീയ കൂത്തുമായി ജയരാജൻ അരങ്ങിലെത്തി. ഒരു ശുംഭനെ നേരിടാൻ മറ്റൊരു ശുംഭനെ കഴിയൂ എന്നും ജയരാജൻ. ധനമന്ത്രി കെ.എം. മാണി നിന്നും ഇരുന്നും കിടന്നും വായിച്ച തൻ്റെ 11ാം ബജറ്റിലൂടെ സ്വന്തം മുന്നണിയിലെ ചില പാർട്ടി നേതാക്കൾക്കും സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കൾക്കുമായി നൽകിയ ഉപദേശത്തോടെയാണ് ഇന്ന് തുടങ്ങുന്നത്. അവസാദയേത് ആത്മൈവ ഖ്യാത്മനോ ബന്ധു രാഹുൽ മൈവ രീപുര ആത്മന. വിവേകശാലികളായ നമ്മളെ തന്നെ ഉദ്ധരിക്കണം. വിവേകശാലികളായ നമ്മെ തന്നെ ഉദ്ധരിക്കണം. നമ്മളെ തന്നെ ക്ഷീണിപ്പിക്കരുത്. നമ്മുടെ ബന്ധുവും നമ്മൾ തന്നെയാണ്, നമ്മുടെ ശത്രുവും നമ്മൾ തന്നെ. ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഒരു കോൺഗ്രസ് മഹിളാമണി നടത്തിയ സ്വാഗത പ്രസംഗമാണ് ഇനി. അതിഥികളെ പുകഴ്ത്താൻ വാക്കുകൾ തിക്കിത്തിരക്കി സ്വാഗതക്കാരി കുഴങ്ങുന്ന കാഴ്ചയായിരുന്നു ഇവിടെ. എല്ലായിടത്തും സ്വാഗത പ്രസംഗം നിർത്തിക്കാനായി പാടുപെടുമ്പോൾ സ്വാഗത പ്രസംഗം നിർത്താതിരിക്കാൻ കയ്യിൽ കയറി പിടിക്കുന്ന ചരിത്ര നിമിഷത്തിനും ഈ വേദി സാക്ഷിയായി. മോളിയാജത്ത് ജില്ലയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം മഹിളാ കോൺഗ്രസിന്റെ പരിപാടികൾ വളരെയധികം മനോഹരമായി നടത്തി വരികയാണ്. മഹിളാ കോൺഗ്രസിന്റെ പേരിലും നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റിരുന്നു നമ്മുടെ KPCCയുടെ ആരാധനായ പ്രസിഡന്റാണ്. മകളകൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബഹുമാനവും സ്നേഹവും നമ്മളോടൊപ്പം കാണിക്കുകയും നമ്മൾ ഇടുന്ന പരിപാടികളിൽ വളരെ ഉത്സാഹത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഓടി എത്തുന്ന അധ്യക്ഷനാണ്. അധ്യക്ഷനെ ഞാൻ കൂടുതൽ ഒന്നും തന്നെ പുകഴ്ത്തി പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മുഖപരിചയവും ഉള്ള വ്യക്തിയാണ്. മഹിളാ കോൺഗ്രസിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി DCC പ്രസിഡന്റാണ്. നേരത്തെ മുൻ DCC പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. കാരണം പറയാതിരിക്കാൻ തരമില്ല, എനിക്കുൾപ്പെടെ. ഞാൻ ആരെയും പേടിക്കാറില്ല. പക്ഷേ
കമ്മിറ്റികൾ രൂപീകരിക്കുകയും സ്ത്രീകൾക്കും ഒരു ഉണർവ് ഉണ്ടാക്കി തന്ന എൻ്റെ ബഹുമാനമുള്ള DCCയുടെ പ്രസിഡന്റിന് മഹിളാ കോൺഗ്രസിന്റെ ജില്ലയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് KPCC പ്രസിഡന്റാണ്, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. നോട്ടീസിൽ പേരില്ല. എന്നിരുന്നാലും വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളോടൊപ്പം ഈ സ്റ്റേജിൽ കടന്നു വരുവാനും വലിയ മനസ്സ് കാണിച്ച അവർക്ക് എൻ്റെ പേരിലും ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് മഹിളാ കോൺഗ്രസിന്റെ AICC തങ്കമണി ദിവാകരനാണ്. അവരുടെ പേരും നോട്ടീസിൽ കാണുന്നില്ല. നമ്മൾ ഇടുന്ന പരിപാടികളിലൊക്കെ അല്ല, അതുകൊണ്ട് തങ്കമണി ദിവാകരനും മഹിളാ കോൺഗ്രസിന്റെയും ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് എൻ്റെ തൊട്ട് ബാക്കിൽ നെയ്യാറ്റിൻകര സനൽ, ഞാൻ സനൽ എന്നാണ് വിളിക്കുന്നത്. ബഹുമാനമുള്ള നെയ്യാറ്റിൻകര സനൽ എൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ട്. KPCCയുടെ സെക്രട്ടറിയാണ്. വളരെയധികം ഞാൻ നെയ്യാറ്റിൻകര ബ്ലോക്കിൽ ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് വളരെ സന്തോഷിക്കുകയാണ്. പെണ്ണുങ്ങൾ വിളിച്ചില്ലെങ്കിൽ പോലും കൂടെ സഹകരിക്കുന്ന ഒരു സ്വന്തം സഹോദരനെ പോലെ നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഫോണിൽ തട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് മുൻനിരയിൽ നമുക്ക് മുൻതൂക്കം തരുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന് മഹിളാ കോൺഗ്രസിന്റെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം. അതുപോലെ തന്നെ ചന്ദ്രൻ സാർ എന്ന് പറയുന്നത് ഈ സനലിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. നമ്മൾ ഈ വേദിയിൽ ഈ ഹാളിൽ നമ്മൾ എന്ത് പരിപാടി ഇട്ടാലും നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ വന്നെത്തി നമുക്ക് ഈ ഹാളിന്റെ സൗകര്യങ്ങൾ ഒരുക്കി തരികയും നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന ആ വലിയ മനസ്സിനും എൻ്റെ പേരിലും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രതിപക്ഷ നേതാവും ഈ വേദിയിലുണ്ട്. കാരണം ഞാൻ പൊക്കം കുറവായതുകൊണ്ട് സാറിനെ കണ്ടില്ല. സാറിനും മഹിളാ കോൺഗ്രസിന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തമ്പാനൂർ സതീഷ്, അതുപോലെ തന്നെ കൗൺസിലർ ഹരി എൻ്റെ സഹപ്രവർത്തകയുടെ ഹസ്ബൻഡും കൂടെയാണ്. അദ്ദേഹത്തിനും എൻ്റെ പേരിലും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ്.